അതെ, ഭയങ്കര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. ആ വീടും പോയി കണ്ടോ. നമ്മുടെ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. എന്താ ഫ്രണ്ടിൽ നടക്കുന്നതെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ബസ്. അവിടെ ലാൻഡ് സ്ലൈഡ് എന്തോ ഉണ്ടായിട്ട് അത് ക്ലിയർ ചെയ്യുക അവർ. അവസാനം വഴി തുറന്നു. ഇവിടെ ആയിരുന്നു പ്രശ്നം. കാണുമ്പോൾ അത്ര ഭംഗിയുള്ള പരിപാടിയല്ല ഈ യാത്ര എന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുക. അവിടെ നിന്ന് കഴിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഫുഡ് വലിയ പ്രശ്നമില്ലായിരുന്നു. 100 രൂപയ്ക്കായിരുന്നു താലി, കേക്ക് താലി. നമുക്കിപ്പോൾ ഒരു ചെറിയ സംശയമുണ്ട്, ജോഷിമത്തിൽ നിൽക്കണോ അതോ അതിൻ്റെ മേലെ ഗോവിന്ദ് ഘാട്ടിൽ നിൽക്കണോ എന്ന്. അപ്പോൾ ഗോവിന്ദ് ഘാട്ട് കുറച്ചുകൂടെ അടുത്താണ് വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ. പക്ഷേ ജോഷിമത്തിലാണ് കൂടുതൽ സ്റ്റേസ് ഒക്കെ ഉള്ളത്. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. ജോഷിമത്തിന് അടുത്തെത്തിയപ്പോഴാണ് സത്യം പറഞ്ഞ അടിപൊളി പച്ചപ്പും കുറേ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് അടിപൊളിയായത്. ജോഷിമത്ത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ, അല്ലേ? അതെ, നല്ല ടയേർഡാവുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മൾ 4 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ 2:15 ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ഓൺ ദ വേയാ. ഇപ്പോൾ ലാസ്റ്റ് ബ്രേക്ക് എടുക്കുക. നമുക്ക് 2 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഉറക്കാൻ പറ്റിയിട്ടില്ല. 3 ദിവസമായിട്ട്, അതായത് ട്രെയിനിലും. അതിനുശേഷം ഇന്ന് രാവിലെ പെട്ടെന്ന് എഴുന്നേൽക്കേണ്ടി വന്നു 3 മണിയായപ്പോൾ. അപ്പോൾ ഇന്ന് പോയിട്ട് വേണം എവിടെയെങ്കിലും ഒരു നല്ല സ്റ്റേ കണ്ടുപിടിച്ച് ഉറങ്ങാൻ വേണ്ടി. വലിയ പാറക്കല്ലൊക്കെ റോഡിൽ വന്നിരിക്കുന്നത്. ആ വീടും പോയി കണ്ടോ. അവസാനം നമ്മൾ ഗോവിന്ദ് ഘാട്ടിലെത്തി. ഇനി നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിക്കാൻ പോവാ. എന്തെങ്കിലും മര്യാദയ്ക്ക് കിടന്ന് ഉറക്കണം. സാധനങ്ങളൊക്കെ ഇറക്കിച്ചു. ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് നടക്കാൻ പോകാം. അപ്പോൾ നമുക്ക് റൂം കിട്ടി. റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 800 രൂപയ്ക്കാണ് നമുക്ക് റൂം കിട്ടി. അല്ലെങ്കിൽ ഇവിടെ ഒരു 1500 രൂപ ആ റേഞ്ചിലൊക്കെ ആവും റൂം. പക്ഷെ നമുക്ക് ഇന്ന് 800 രൂപ കിട്ടി. ഇപ്പോൾ ഓഫ് സീസൺ അതുകൊണ്ട്. അപ്പോൾ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ക്രാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സിൽ വരും.